രേഷ്മ, ഇലക്ഷന്റെ ഒരു അപ്ഡേഷൻ ഓരോ നിമിഷവും നമ്മളിങ്ങനെ ജാഗരൂകരായി നോക്കി നിൽക്കുകയാണ്. കേരളം മുഴുവനും എന്താണ് അപ്ഡേഷൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണല്ലേ. അപ്പം ഏകദേശം ഒരു പകുതിയിലധികം സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ വളരെ കുറച്ച് സമയം കൂടിയേ ഉള്ളൂ പൂർണ്ണമായ ഒരു ചിത്രം തെളിയാനായിട്ട്. ഏകദേശം ചിത്രത്തിൽ തന്നെ UDF തൂത്തുവാരിയിട്ടുണ്ട്. VD സതീശൻ പറഞ്ഞതുപോലെ തന്നെ 100-ലധികം സീറ്റുകൾ UDFന്റെ പക്കലിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ എപ്പോഴും പറഞ്ഞിരുന്ന മറ്റൊരു കാര്യം, NDA CPM കൂട്ടുകെട്ട് അന്തർധാര സജീവമായിരുന്നു. പല ഘട്ടങ്ങളിലും അത് നമുക്ക് വ്യക്തമായി മനസ്സിലായിട്ടുള്ളൊരു കാര്യവുമാണ്. ശൈലജ ടീച്ചറൊക്കെ കൃത്യമായി ജയിക്കാൻ ഉറപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ നിർത്താതെ മറ്റിടങ്ങളിലൊക്കെ കൊണ്ട് നിർത്തി എന്ന് പറയുമ്പോൾ ആ ഒരു അഭ്യൂഹമൊക്കെ വളരെയധികം ശക്തമായിരുന്നു. ടീച്ചറെ എന്തിനാണ് അവിടെ കൊണ്ട് നിർത്തിയതെന്നൊക്കെയുള്ള കാര്യം. എന്തുതന്നെ ആയാലും ആ ഒരു ജനവിരുദ്ധ വികാരം CPM-നോട് എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് തന്നെ തെളിവാണ് ഇപ്പോൾ ഈ വരുന്ന റിസൾട്ട്. ഒപ്പം തന്നെ NDA സുരേഷ് ഗോപി MP ആയതിനു ശേഷം BJP-യോടുള്ള ഒരു വിരുദ്ധ വികാരവും കൂടി പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ജനങ്ങൾ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ വിനിയോഗിച്ചത് എന്ന് വേണം കരുതാനായിട്ട്. ഒപ്പം തന്നെ ഈ NDA പാർട്ടി പ്രവർത്തകർക്ക്, നമ്മളുടെ നേതാക്കൾക്കിടയിലെ കാര്യമല്ല ഞാൻ പറയുന്നത്, ചില പാർട്ടി പ്രവർത്തകർക്കിടയിൽ അവർക്ക് ഒരു ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമം എപ്പോഴും NDA പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കാണാറുണ്ട്. കഴിഞ്ഞ പാലക്കാടത്തെ കാര്യം എടുത്താൽ തന്നെ നമ്മുടെ ശോഭ സുരേന്ദ്രൻ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ, ഈ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടങ്ങൾ അല്ലെങ്കിൽ പ്രചാരണത്തിന്റെ ആദ്യഘട്ടങ്ങളിലൊക്കെ നമ്മൾ പോലും കരുതിയിരുന്നത് ശോഭാ സുരേന്ദ്രന് വലിയ വിജയ സാധ്യത ഉണ്ട് എന്നായിരുന്നു. കാരണം ശോഭാ സുരേന്ദ്രൻ എവിടെ ചെന്നാലും ഒരു വോട്ട് ബാങ്ക് നേടിയെടുത്തതിന് ശേഷം മാത്രമാണ് പിൻവാങ്ങാറുള്ളൂ. ഈ 9ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ മത്സരിക്കുന്നത്. പക്ഷെ ആ ഓരോ ഘട്ടം എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആ വോട്ട് നിലവാരം വളരെയധികം വ്യത്യാസപ്പെടുത്താൻ അവർക്ക് സാധിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം അവർ ജയിക്കുമെന്ന് ഉറപ്പിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് വലിയ വിവാദങ്ങളിൽ ചെന്നുപെടുകയും ആ വിവാദങ്ങളെ ശാന്തമായി സമീപിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയും വലിയ അടിയൊന്നും അവർക്ക് കിട്ടില്ലായിരുന്നു. പക്ഷെ അതിനെതിരെ വളരെ ശക്തമായ ഭാഷയിൽ അവർ പ്രതികരിക്കുന്നു, മാധ്യമങ്ങളെ വഴക്കു ഒപ്പം അതിന് സഹപ്രവർത്തകരുടെ മോശമായി പെരുമാറുന്നു, അവർക്കെതിരെയുള്ള വോയിസ് കോളുകളൊക്കെ പരസ്യമാകുന്നു. അപ്പോൾ ജനവിരുദ്ധ വികാരം അവർക്കും വളരെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് ഈ ശോഭാ സുരേന്ദ്രനെയും. അതുകൊണ്ട് തന്നെയാണ് പാലക്കാട് ഇത്തരത്തിലൊരു വലിയ തിരിച്ചടി ശോഭാ സുരേന്ദ്രനെ കിട്ടിയിരിക്കുന്നത്. പറഞ്ഞോളൂ. തീർച്ചയായിട്ടും ഈ പറയുന്നത് പോലെ തന്നെ UDF ഒരു തരംഗം സൃഷ്ടിക്കും, എന്നാൽ LDFന് ചില സീറ്റുകൾ പിടിച്ചെടുക്കാൻ സാധിക്കും എന്ന് പറയുമ്പോഴും NDAയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇതിൽ നിന്ന് വിപരീതമാണ്. കാരണം NDAക്ക് ആദ്യം മുതലേ തന്നെ ആശങ്കയുണ്ടായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ പിടിച്ചെടുത്ത ഒരു ബലത്തിലായിരുന്നു NDA ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ പാലക്കാട് അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്ന ഒരു മണ്ഡലമായിരുന്നു. ആ മണ്ഡലം NDAയുടെ കയ്യിൽ നിന്ന് പോയപ്പോൾ തന്നെ, അതായത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ആകെ മൊത്തത്തിൽ ശോഭാ സുരേന്ദ്രൻ കൊളമാക്കിയെന്ന് പറയാം. അപ്പൊ അങ്ങനെ ഒരു പോക്ക് പോയത് കൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ അവിടെയും ഉണ്ടായിരുന്നില്ല. എന്നാൽ നേമത്തൊക്കെയാണ് പിന്നീട് ഈ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്ന സ്ഥലത്തൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ പിണറായി സർക്കാരിനോടുള്ള അതേ ഭരണവിരുദ്ധ വികാരം തന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാരിനോടുണ്ട്. അതായത് വിദ്യ പറഞ്ഞതുപോലെ തന്നെ സുരേഷ് ഗോപി മത്സരിച്ചിട്ട് എന്ത് ഗുണമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടായത് എന്നുള്ളൊരു ചോദ്യം എല്ലാവർക്കും മുമ്പിലുണ്ട്. കാരണം ഒരു ഗുണവുമില്ല, ഒരു രീതിയിലും മന്ത്രിയാണ് എന്ന് പറഞ്ഞ്, കേന്ദ്രമന്ത്രിയാണ് എന്ന് പറഞ്ഞ് രംഗത്തെത്തുമ്പോൾ പോലും ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊന്നും തന്നെ സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ തൃശ്ശൂർ ഞങ്ങൾ എടുക്കുക എന്ന് പറഞ്ഞ കൊണ്ടാണല്ലോ ഈ സുരേഷ് ഗോപി ജയിച്ച് ഇപ്പോൾ കേന്ദ്രമന്ത്രി ആയിരിക്കുന്നത്. എന്തായാലും ആ ഒരു കേന്ദ്രമന്ത്രിയിൽ നിന്ന് ജനങ്ങൾ വിശ്വസിച്ച്, അല്ലെങ്കിൽ ജനങ്ങൾ ആ ഒരു കേന്ദ്രമന്ത്രി ആഗ്രഹിച്ച കാര്യങ്ങൾ, അവർക്ക് ചില കാര്യങ്ങൾ കിട്ടും, ആനുകൂല്യങ്ങൾ കിട്ടും എന്ന് പറഞ്ഞിട്ട് അവരുടെ അവകാശങ്ങളാണ്. അതെ, ആ അവകാശങ്ങൾ കിട്ടാതെയായി. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും തൃശ്ശൂർ നോക്കിക്കോ, ഒറ്റൊരു BJPയും അവിടെ അല്ലെങ്കിൽ ഒരു താമരയും വിരിയാത്തൊരവസ്ഥയാണുള്ളത്. പാലക്കാടേക്ക് വരുവാണെങ്കിൽ ശോഭാ സുരേന്ദ്രന്റെ ഈ ഒരു അവസ്ഥ വളരെ ദയനീയമാണ്. കാരണം അവസാന നിമിഷം കൊണ്ടുവന്ന് കല ഉടയ്ക്കുന്ന രീതിയിലായിരുന്നു. ഒരുപക്ഷെ അവർക്ക് അവിടെ വലിയൊരു വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നുവെങ്കിലും അവസാന നിമിഷത്തിലാണ് എല്ലാം തകിടം മറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ കേരള രാഷ്ട്രീയത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പൊ പാലക്കാടിലെ അവസ്ഥ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ പാർട്ടിയിൽ അല്ലെങ്കിൽ പാർട്ടിയെ പറ്റി അങ്ങനെ അധികം അറിയാത്ത ഒരുപാട് ജനങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. എല്ലാ പാർട്ടിയിലും ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞു വന്നത്, ഈ പാർട്ടി ഒന്നും തന്നെ വലിയ രീതിയിൽ ആരാണ് ഏത് അങ്ങനെ ചില ആളുകൾ ഉണ്ടാവാം സാധ്യത. അപ്പൊ അത്തരം ആളുകൾക്കിടയിലേക്ക് ഈ കാര്യങ്ങൾ ചെന്ന് കയറുമ്പോൾ തീർച്ചയായിട്ടും അവർ ഒന്ന് മാറി ചിന്തിക്കും. കാരണം ഇങ്ങനെയുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. കൈക്കൂലി കൊടുത്ത് അല്ലെങ്കിൽ ആ കൈക്കൂലി മേടിച്ചുകൊണ്ട് ജയിപ്പിച്ചു കഴിഞ്ഞാൽ നാളെ അവർ
നമുക്കൊപ്പം നിൽക്കുമോ എന്നുള്ള ഒരു ചോദ്യമൊക്കെ അവരുടെ മുന്നിൽ ഉണ്ടായിരിക്കും. ആവശ്യങ്ങൾ നേടിയെടുക്കാനും ഈ കൈക്കൂലി കൊടുക്കേണ്ടി വന്നേക്കാം എന്ന് ജനങ്ങൾ സ്വാഭാവികമായും ചിന്തിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ മാത്രമല്ല ഈ പറയുന്നത് പോലെ തന്നെ BJPയുടെ അങ്ങനെ ആശയങ്ങളൊന്നും തന്നെ കേരളത്തിലെ ജനങ്ങൾ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ഇത് മുന്നോട്ട് പറയുവാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ബീഫ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. പിന്നെ ഈ BJP നടത്തി വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ചില ഈ സന്ദേശങ്ങൾ അതൊന്നും തന്നെ കേരളത്തിൽ ഉടനീളമുള്ള ജനങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത് പോലെ തന്നെ അവരോടൊരു വിയോജിപ്പ് ജനങ്ങൾക്കുണ്ടാകുന്നത്. ഇനി രണ്ടാമത് പറയുകയാണെങ്കിൽ ഈ പാലക്കാട് വലിയ രീതിയിലുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും ഈ ശോഭാ സുരേന്ദ്രൻ മൂലമാണ് അവിടെ ആ ഒരു തകർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ വിദ്യ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു ഭരണവിരുദ്ധ വികാരം BJPക്കും ഉണ്ട് എന്നുള്ളതാണ്. അതായത് CPM-നോട് നിലവിൽ 10 വർഷമായിട്ട് അവർ ഭരിച്ചു, അവരുടെ ഭരണത്തിൽ മടുത്തിരുന്നത് കൊണ്ടാണ് മാറിക്കുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത്. അത് മാത്രമല്ല അതേ വികാരം തന്നെ BJPക്ക് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോട് കേരളത്തിലെ ജനങ്ങൾക്ക് എന്നും ഉണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഈ ന്യൂനപക്ഷമാണ്. കാരണം ന്യൂനപക്ഷക്കാരെ ഏറ്റവും കൂടുതൽ അടിച്ചമർത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് BJP. നമുക്ക് പല സംസ്ഥാനങ്ങളിലും കാണാൻ സാധിച്ചിട്ടുണ്ട്. പള്ളികൾ പൊളിച്ചെടുക്കുന്നു, ആ പള്ളികൾ പൊളിച്ചെടുക്കിയിട്ട് അവിടെ അമ്പലങ്ങൾ പണിയുന്നു, കന്യാസ്ത്രീകൾ അല്ലെങ്കിൽ അത്തരം രീതിയിലൊക്കെ ഉള്ള ആളുകൾക്ക് എതിരെ ആക്രമണം നടത്തുന്ന രീതിയിലൊക്കെ ഉള്ള വാർത്തകൾ ജനം കാണുകയാണ്. നമുക്ക് ചെറുതായിട്ട് പറഞ്ഞു പോവാം മണിപ്പൂർ വിഷയമൊക്കെ. അപ്പോൾ ആ ഒരു വിഷയങ്ങളൊക്കെ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, കേരളത്തിലെ ന്യൂനപക്ഷ വോട്ടുകൾ അതിനെ വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ കൊണ്ട് തന്നെയാണ് BJPക്ക് ഒരിക്കലും മുന്നേറാൻ കഴിയില്ല എന്ന് പറയുന്നത്. രേഷ്മ, ഏറ്റവും പുതിയ അപ്ഡേഷൻ അനുസരിച്ച് ആലത്തൂരിന്റെ റിസൾട്ട് പൂർണ്ണമായും പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. TM ശശിയാണ് അവിടെ വിജയിച്ചിരിക്കുന്നത്. 8553 വോട്ടുകൾക്ക് വിജയിച്ചു എന്നാണ് പറയുന്നത്. ആലത്തൂരിന്റെ ഒരു പാറ്റേൺ എടുക്കുകയാണെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇതുപോലെ തന്നെ LDFനെ ഒരു കാത്ത് സംരക്ഷിച്ച ഒരു മണ്ഡലമായിരുന്നു ആലത്തൂർ എന്ന് പറയുന്നത്. അതേ പാറ്റേൺ തന്നെയാണ് ഇപ്പോഴും പിന്തുടരുന്നത്. മറ്റെവിടെയും ജനവിരുദ്ധ വികാരം എന്ന് പറയുമ്പോഴും ആലത്തൂരിൽ കൃത്യമായിട്ട് LDFന് ഇപ്പോഴും ഒരു മേൽക്കോയ്മ ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ആ ഒരു മറ്റെവിടെയും എന്ത് സംഭവിച്ചാലും അവിടുത്തെ ഒരു ഭരണം ജനങ്ങൾക്ക് അനുകൂലമായിരുന്നു എന്ന് വേണം കരുതാനായിട്ട്. അതിന്റെ ഫലമായിട്ടായിരിക്കും മറ്റ് സ്ഥലങ്ങളിലൊക്കെ വലിയ വലിയ നേതാക്കന്മാരൊക്കെ തോറ്റെടുത്ത് ആലത്തൂർ മണ്ഡലം ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത്. ചേലക്കരയിലെ റിസൾട്ട് വന്നിട്ട് LDF തന്നെയാണ് വിജയിച്ചിരിക്കുന്നത്. അങ്ങനെ വളരെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിലൊക്കെയാണ് വിജയ സാധ്യത ഇപ്പോൾ വന്നിരിക്കുന്നത്. ആലത്തൂരിലേക്ക് പോവുകയാണെങ്കിൽ ആ ഒരു പാറ്റേണിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഈ ആലത്തൂരിനെ സംബന്ധിച്ചിടത്തോളം LDF ഏറ്റവും കൂടുതൽ വിശ്വാസം അർപ്പിക്കുന്ന ഒരു മണ്ഡലമാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് വിദ്യ പറഞ്ഞതുപോലെ തന്നെ മറ്റെല്ലാ മണ്ഡലങ്ങളും കൈയൊഴിഞ്ഞപ്പോൾ പ്രതീക്ഷിച്ച മണ്ഡലം, അതായത് പ്രതീക്ഷിച്ച പല മണ്ഡലങ്ങളും CPM-നെ കൈയൊഴിഞ്ഞപ്പോൾ നെഞ്ചോട് ചേർത്ത് നിർത്തിയ ഒരു മണ്ഡലമായിരുന്നു ആലത്തൂർ എന്ന് പറയുന്നത്. ഈ ആലത്തൂർ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ 2011 മുതൽ 2021 വരെ ഈ ഒരു നിയമസഭാ ഇലക്ഷനും കൂടി ജയിക്കുകയാണെങ്കിൽ അത് നാലായി മാറും. എന്തായാലും ആ 2021 വരെ നോക്കുകയാണെങ്കിൽ 3 ഘട്ടങ്ങളിലും LDFനെ നെഞ്ചോട് ചേർത്ത അല്ലെങ്കിൽ സഖാക്കളെ നെഞ്ചോട് ചേർത്ത ഒരു മണ്ഡലമായിരുന്നു ആലത്തൂർ എന്ന് പറയുന്നത്. ഇപ്പോൾ 4ാമതും അവിടെ വിജയിച്ചു എന്നുള്ളതാണ് ഈ LDFന് ഒരു സന്തോഷകരമാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം പല മണ്ഡലങ്ങളും LDFനെ കൈവിടുമ്പോൾ LDFന് ഒരു പ്രതീക്ഷയുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതുപോലെ തന്നെയായിരുന്നു LDFന് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷ നിയമസഭയിലും കാത്തു. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആലത്തൂർ LDFനൊപ്പം നിൽക്കുകയാണ്. അതായത് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും ആലത്തൂരിലേക്ക് ഇടത് ചരിഞ്ഞു നിന്നിരുന്നതാണ് ഈ ഒരു കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും 2011 M ചന്ദ്രന്റെ തുടർ വിജയമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ വരുമ്പോൾ, അതായത് 2016 വരുമ്പോൾ പ്രസന്നന്റെ അരങ്ങേറ്റമാണ്. അവിടെയും ആളുകൾ തമ്മിൽ അതായത് വ്യക്തികൾ മാറുന്നുണ്ടെങ്കിലും സ്ഥാനാർത്ഥികൾ മാറുന്നുണ്ടെങ്കിലും ആലത്തൂരിനെ സംബന്ധിച്ചിടത്തോളം അതായത് 2011 ഈ പറയുന്ന M ചന്ദ്രന്റെ ജയമാണ്. രണ്ടാമത് 2016 വരുമ്പോൾ പ്രസന്നന്റെ അരങ്ങേറ്റമാണ്. അത് LDF ആണ് അവിടെ ജയിച്ചത്. ഇനി 3ാമത്, അതായത് 2021 വരുമ്പോഴത്തേക്കും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് LDF വീണ്ടും അധികാരത്തിൽ വരികയാണ് ചെയ്തത്. ഇനി 2026 നോക്കുമ്പോൾ TM ശശി വീണ്ടും അവിടെ LDFന്റെ സീറ്റ് ഉറപ്പിച്ചിരിക്കുകയാണ്. അതായത് 4ാം തവണയാണ് LDF ആലത്തൂരിൽ വരുന്നത്. ആലത്തൂരിലെ ജനങ്ങൾക്ക് അത്രത്തോളം വിശ്വാസം LDF സർക്കാരിനോടുണ്ട്, അല്ലെങ്കിൽ LDFനോടുണ്ട്. സഖാക്കളെ
നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന ഒരു മണ്ഡലം കൂടിയാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. അപ്പം ആലത്തൂര് വലിയ രീതിയിലുള്ള വിജയ പ്രതീക്ഷ വീണ്ടും LDFന് കൊടുക്കുകയാണ്. അത് തന്നെയാണ് LDFന്റെ മറ്റൊരു സന്തോഷം എന്ന് പറയുന്നത്. കാരണം കേരളത്തിലെ പ്രതീക്ഷിച്ചിരുന്ന പല മണ്ഡലങ്ങളും കൈയൊഴിഞ്ഞപ്പോൾ ഒപ്പം ഉണ്ടാകുന്നത് ആലത്തൂരാണ് എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പാലക്കാടിലെ ശോഭാ സുരേന്ദ്രന്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. NDA രാഷ്ട്രീയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു വന്നത്. ഇനി പാലക്കാട് നമുക്ക് നേരെ തമിഴ്നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ അവിടുത്തെ ഈ പറയുന്ന പോലെ തന്നെ ഒരു ജനവിരുദ്ധ വികാരമാണ് അവിടെയും നമുക്ക് പ്രകടമാകുന്നത്. നിലവിലുള്ള സർക്കാരിന് ഒരു വലിയ രീതിയിലുള്ള തിരിച്ചടി നൽകിക്കൊണ്ടാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ വിജയ് അവിടെ രംഗപ്രവേശം ചെയ്തിരിക്കുന്നത്. ഇനി അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ എന്താണ് പറയാനുള്ളത്? ഒരു മാസ് എൻട്രിയാണ് വിദ്യ ഈ വിജയുടെ ഒരു വിജയം എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, സിനിമാ മേഖലയിൽ നിന്ന് ഒരുപാട് പേര് രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു ചരിത്രമുള്ള ഒരു സ്റ്റേറ്റ് ആണ് ഈ തമിഴ്നാട് എന്ന് പറയുന്നത്. അവിടെ വലിയ രീതിയിലുള്ള ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു രജനീകാന്ത്, കമലഹാസൻ ഉൾപ്പെടെയുള്ള പല സിനിമാ നടന്മാരും നിന്നത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്ത പ്രചാരണങ്ങളും അല്ലെങ്കിൽ വ്യത്യസ്ത രീതിയിലുള്ള നീക്കങ്ങളുമായിട്ടാണ് വിജയ് രംഗത്ത് ഇറങ്ങിയത്. പക്ഷേ വിജയ് രംഗത്ത് ഇറങ്ങുമ്പോൾ പലരും പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് കുറച്ച് ഫാൻ പേജ് അല്ലെങ്കിൽ ഫാൻസിന്റെ കുറച്ച് വോട്ടുകൾ കിട്ടുമെന്നല്ലാതെ വലിയ ഭൂരിപക്ഷം ഒന്നും കിട്ടത്തില്ല എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് ആകാൻ പോകുന്നു എന്ന തരത്തിലേക്കാണ് കാര്യങ്ങളുടെ നീക്കം. ഇതൊരു മാസ് എൻട്രി തന്നെയാണ്. അതായത് സിനിമയിലെ മാസ് അതേപോലെ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിലും തന്റെ ജീവിതത്തിലും വിജയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണ് ഈ ഒരു മുന്നേറ്റം എന്ന് പറയുന്നത്. DMK സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പരാജയമാണ്. കാരണം രണ്ടാമത് ADMK ആണ് നിൽക്കുന്നത്. മൂന്നാം സ്ഥാനത്തേക്ക് DMK തഴയപ്പെട്ടു എന്നതും കൂടി അവിടുത്തെ സ്റ്റാലിൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഉദയനിധി സ്റ്റാലിൻ, കരുണാനിധി, അതുപോലെ തന്നെ ഈ പറയുന്ന എല്ലാവരും കൂടി രംഗത്തിറങ്ങി വലിയ രീതിയിലുള്ള പ്രചാരണങ്ങളായിരുന്നു നടത്തിയിരുന്നത്. വിജയിയുടെ പാർട്ടി അല്ലെങ്കിൽ വിജയിയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ പോലും വലിയ രീതിയിലുള്ള മുന്നേറ്റം തങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്നും ഈ ഒരു പാർട്ടി നിലനിൽക്കില്ല എന്നും അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് സ്റ്റാലിൻ സർക്കാർ രംഗത്ത് വന്നിരുന്നു. അതായത് അണ്ണാമലൈ പോലുള്ള BJP അല്ലെങ്കിൽ NDA അനുകൂലികളായിട്ടുള്ള നിരവധി പേർ രംഗത്ത് വന്ന് പറഞ്ഞതാണ് വിജയ് ഇവിടെ വന്നു കഴിഞ്ഞാൽ വെറും ഷോ മാത്രമേ കാണൂ, അത് ജയിക്കത്തില്ല, അല്ലെങ്കിൽ ഇത് വെറും ഫാൻസ് വിജയെ കാണാൻ വേണ്ടി വന്നതാണ് എന്നുള്ളതൊക്കെ. പക്ഷേ കഴിഞ്ഞ ദിവസം DMKക്ക് വരെ റിസോർട്ട് ബുക്ക് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, വിജയുടെ വിജയ പ്രതീക്ഷ എന്ന് പറയുന്നത് അത്രയേറെയാണ്. ഇപ്പൊ വലിയൊരു തരംഗം, അതായത് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഒരു വലിയ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് വിജയ് എന്ന് വേണം പറയാൻ. കാരണം ഒരൊറ്റ അടിക്ക് വന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിച്ചു. ആ മത്സരത്തിൽ തന്നെ ആദ്യമായിട്ട് മത്സരിച്ചു. തമിഴ്നാട് തൂത്തുവാരി തന്റെ പക്ഷത്തേക്ക് മാറ്റാൻ കഴിഞ്ഞു. 100 സീറ്റുകൾ പിന്നിട്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ്. ഇത് വിജയെ സംബന്ധിച്ചിടത്തോളം വിജയ്ക്ക് ഏറ്റവും ഒരു ചരിത്ര നിമിഷം കൂടിയാണ്. മാത്രമല്ല തമിഴ്നാടിന്റെ ചരിത്രവും മാറി. അതെ, തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ ചരിത്രം തന്നെ മാറിയിരിക്കുകയാണ്. ഇനി എന്തൊക്കെ ആവാം അടുത്തത് എന്നാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ DMK മൂന്നാമത് പോയി എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പരാജയം. സ്റ്റാലിൻ സർക്കാരിന്റെ വലിയൊരു പരാജയമാണ്. ADMK സെക്കൻഡ്, DMK തേർഡ് എന്ന നിലയിലേക്ക് വന്നത് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്തതിനപ്പുറത്തേക്ക് ആയി എന്ന് വേണം പറയാൻ.